ഇന്നിവിടെ വന്നിരിക്കുന്നത് പുതിയകാവ് മാവേലിക്കരയുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ കോട്ടയം ജില്ലയെക്കുറിച്ചുള്ള അല്ലെങ്കിൽ കോട്ടയത്തെക്കുറിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. കോട്ടയം എന്ന് പറയുന്നത് നമുക്കറിയാം. കോട്ടയത്തിൻ്റെ ഫൗണ്ടർ ആരാണെന്ന് പറയുമ്പോൾ കോട്ടയത്തിൻ്റെ സ്ഥാപകൻ അല്ലെങ്കിൽ ശില്പി ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ടി രാമറാവു ആണ്. ടി രാമറാവു വാസ് ദ ഫൗണ്ടർ ഓഫ് കോട്ടയം. T. Ramarao is known as the founder of Kottayam. T. Ramarao is the founder of Kottayam. അതുപോലെ കോട്ടയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കോട്ടയം ഏതു നദിയുടെ തീരത്താണ്? കോട്ടയം സ്ഥിതി ചെയ്യുന്നത് ഏതു നദിയുടെ തീരത്താണെന്ന് ചോദിച്ചാൽ നദി ഏതാണ്? നദി മീനച്ചിൽ ആറാണ്. കോട്ടയം ലൊക്കേറ്റഡ് ഓൺ ദ ബാങ്ക് ഓഫ് മീനച്ചിൽ റിവർ. മീനച്ചിൽ ആറിൻ്റെ തീരത്താണ് കോട്ടയം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ കോട്ടയത്തെക്കുറിച്ച് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. റബ്ബർ ബോർഡിന്റെ ആസ്ഥാനം എവിടെയാണ്? കോട്ടയമാണ്. റബ്ബർ ബോർഡിന്റെ ആസ്ഥാനം ആൻസർ കോട്ടയം. ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് റബ്ബർ ബോർഡ് ആൻസർ കോട്ടയം. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ റബ്ബറൈസ്ഡ് റോഡ് എവിടെയാണ്? കോട്ടയം കുമളി റോഡാണ് കേട്ടോ. ഫസ്റ്റ് റബ്ബറൈസ്ഡ് റോഡ് ഓഫ് കേരള ആൻസർ കോട്ടയം കുമളി റോഡ്. കോട്ടയം കുമളി റോഡ്. അതുപോലെ പറയുകയാണെങ്കിൽ തിരുനക്കര മൈതാനം എവിടെയാണ്? കോട്ടയമാണ്. തിരുനക്കര മൈതാനം സ്ഥിതി ചെയ്യുന്നത് കോട്ടയത്താണ്. അതുപോലെ തന്നെ വെച്ചൂർ പശുവിന്റെ ജന്മദേശം എവിടെയാണ്? കോട്ടയം. ബർത്ത് പ്ലേസ് ഓഫ് വെച്ചൂർ പശു ആൻസർ കോട്ടയം. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. അതുപോലെ വൈക്കം ശിവക്ഷേത്രം, നാഗവടം ക്ഷേത്രം, അതുപോലെ തന്നെ ഏറ്റുമാനൂർ ശിവക്ഷേത്രം എന്നിവ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? കോട്ടയം ജില്ലയിലാണ്. കടപ്പുറത്ത് വെച്ചുകൊള്ളുക. അതുപോലെ തന്നെ ദക്ഷിണ മൂകാംബിക എന്നറിയപ്പെടുന്ന പനച്ചിക്കാട് ഭഗവതി ക്ഷേത്രം എവിടെയാണ്? കോട്ടയമാണ്. ദക്ഷിണ മൂകാംബിക എന്നറിയപ്പെടുന്ന പനച്ചിക്കാട് ഭഗവതി ക്ഷേത്രം എവിടെയാണ്? കോട്ടയം ജില്ലയിലാണ്. തിരുനക്കര ശ്രീ മഹാദേവ ക്ഷേത്രം എവിടെയാണ്? തിരുനക്കര ശ്രീ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? കോട്ടയമാണ്. അതുപോലെ പറയുകയാണെങ്കിൽ അതുപോലെ ഏറ്റുമാനൂർ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. എന്താണ്? ആ ഏഴരപ്പൊന്നാന എഴുന്നള്ളത്ത് നടക്കുന്ന ക്ഷേത്രമാണിത്. ഏറ്റുമാനൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? കോട്ടയമാണ്. അതുപോലെ തന്നെ അതിൽ വെച്ചൂർ പശുവിൻ്റെ ജന്മദേശം ചോദിച്ചാൽ എവിടെയാണ്? കോട്ടയം. വെച്ചൂർ പശുവിൻ്റെ ജന്മദേശം എവിടെയാണ്? കോട്ടയമാണ്. അതുപോലെ കേരളത്തിൻ്റെ അക്ഷരനഗരി എന്നറിയപ്പെടുന്ന എവിടെയാണ്? കോട്ടയമാണ്. എവിടെയാണ്? കോട്ടയമാണുള്ള CMS കോളേജ് എവിടെ സ്ഥിതി ചെയ്യുന്നു? എവിടെയാണ്? കോട്ടയം. CMS കോളേജ് കോട്ടയമാണ് കേട്ടോ. നമ്മുടെ രാഷ്ട്രപതിയായിരുന്ന KR നാരായണൻ പഠിച്ച കോളേജാണേത്? CMS കോളേജ് എവിടെയാണ്? കോട്ടയമാണ്. അതുപോലെ തന്നെ സെന്റ് ജോസഫ് പ്രസ് എവിടെയാണ്? കോട്ടയം. മാന്നാനം അതെവിടെയാണ്? കോട്ടയമാണ്. സെന്റ് ജോസഫ് പ്രസ് കേരളത്തിലെ മൂന്നാമത്തെ പ്രസ്സായ സെന്റ് ജോസഫ് പ്രസ് എവിടെ സ്ഥിതി ചെയ്യുന്നു? എവിടെയാണ്? കോട്ടയമാണ്. അതുപോലെ തന്നെ മലയാള മനോരമയുടെ ആസ്ഥാനം എവിടെയാണ്? കോട്ടയം. മലയാള മനോരമയുടെ ആസ്ഥാനം കോട്ടയമാണ്. അതുപോലെ NSSന്റെ ആസ്ഥാനം, അതായത് നായർ സർവീസ് സൊസൈറ്റിയുടെ ആസ്ഥാനം എവിടെയാണ്? പെരുന്ന അതെവിടെയാണ്? ചങ്ങനാശ്ശേരി അതെവിടെയാണ്? കോട്ടയമാണ്. പെരുന്ന ചങ്ങനാശ്ശേരി കോട്ടയമാണ്. അതുപോലെ തന്നെ നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ജന്മദേശം എവിടെയാണ്? പുതുപ്പള്ളി. കോട്ടയം. പുതുപ്പള്ളി ഏത് ജില്ലയിലാണ്? കോട്ടയം ജില്ലയിലാണ്. അതുപോലെ കേരളത്തിലെ പ്രശസ്തമായ കടമറ്റം പള്ളി എവിടെയാണ്? കോട്ടയം. കേരളത്തിലെ പ്രശസ്തമായ കടമറ്റം പള്ളി എവിടെയാണ്? കോട്ടയമാണ്. അർത്തുങ്കൽ പള്ളി എവിടെയാണെന്ന് അറിയാമോ? അർത്തുങ്കൽ പള്ളി ആലപ്പുഴയിലാണ് കേട്ടോ. അർത്തുങ്കൽ പള്ളി ആലപ്പുഴയിലും കടമറ്റം പള്ളി എവിടെയാണ്? കോട്ടയത്തുമാണ്. കോട്ടയം. നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് കോട്ടയം ജില്ലയെക്കുറിച്ച് പറഞ്ഞു. അതുപോലെ കോട്ടയം ജില്ലയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? മൂവാറ്റുപുഴയാണ്. കോട്ടയം ജില്ലയിലെ ഏറ്റവും നീളം കൂടിയ നദി ചോദിച്ചാൽ ആൻസർ എന്താണ്? മൂവാറ്റുപുഴ ആറാണ്.
അതുപോലെ നമ്മുടെ രാഷ്ട്രപതിയായ KR നാരായണൻ്റെ ജന്മദേശം എവിടെയാണ്? കോട്ടയമാണ്. എവിടെയാണ്? KR നാരായണൻ്റെ ജന്മദേശം ചോദിച്ചാൽ ആൻസർ കോട്ടയം. നമ്മൾ കോട്ടയം ജില്ലയെക്കുറിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു. ഈ ക്വസ്റ്റ്യൻസ് എന്താണ്? പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. നിങ്ങളിത് അറിഞ്ഞു വെക്കുക. ഞാനിവിടെ വന്നത് പുതിയകാവ് ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടൊക്കെയാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഇവരും കാണുക, കേട്ട് പഠിക്കുക.